കുറച്ച് പ്രാചീനമെന്ന് തോന്നിക്കുന്ന ഒരു വാതില് ഒരു ഉപേക്ഷിക്കപ്പെട്ട പട്ടണത്തിൽ കണ്ടെത്തുന്ന ഒരു ഹൈസ്കൂൾ പെൺകുട്ടി. ആ വാതിലിന്റെ അപ്പുറം അവൾക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത മനോഹരവും നിഗൂഢവുമായ മറ്റൊരു ഡയമെൻഷൻ. സമയകാല പരിമിതികളെ ഭേദിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള ഡയമെൻഷൻസിലേക്ക് ഒന്നല്ല പല വാതിലുകളുമുണ്ടെന്നും അത് തുറക്കപ്പെട്ടാൽ ഒരു പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്നും തിരിച്ചറിയുന്ന ആ പെൺകുട്ടിയുടെ കഥയാണ് 2022 മക്കോട്ടോ ഷിൻകായ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സുസുമെ. ഈ കഥയിലെ പ്രധാന കഥാപാത്രമായ ആ പെൺകുട്ടിയുടെ പേരും സുസുമെ എന്ന് തന്നെയാണ്. സുസുമയെ മാറ്റി നിർത്തിയാൽ ഈ സിനിമയുടെ ആത്മാവെന്ന് പറയാൻ കഴിയുന്ന മറ്റ് രണ്ട് കഥാപാത്രങ്ങളാണ് ഒരു ചെറുപ്പക്കാരനായ സൗധയും ഡൈജൻ എന്നു പേരുള്ള ഒരു പൂച്ചയും. യുവർ നെയിം, വെതറിംഗ് വിത്ത് യു മുതലായ സിനിമകൾ ചെയ്ത് തൻ്റെയും തൻ്റെ സിനിമകളുടെയും നിലവാരം എന്താണെന്ന് തെളിയിച്ച് കാണിച്ചു തന്ന മക്കോട്ടോ ഷിൻകായ് സുസുമയിലും പ്രേക്ഷകരുടെ പ്രതീക്ഷകളെ ഒട്ടും തന്നെ തെറ്റിച്ചിട്ടില്ല. ഭൂതകാലത്തിൽ കൈവിട്ടുപോയ പ്രതീക്ഷകളും വേദനകളും ഭയവുമേറി ജീവിക്കുന്ന കഥാപാത്രങ്ങൾക്ക് പ്രതീക്ഷയുടെ കച്ചിത്തുരുമ്പ് വെച്ച് നീട്ടി സയൻസ് ഫിക്ഷനും ഒരൽപ്പം ഫാന്റസിയും ഒക്കെ ചേർത്തിണക്കി കാണികളെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമയായിട്ടാണ് സുസുമയെ സംവിധായകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയിലുടനീളം ഒരു മനോഹരമായിട്ടുള്ള നിഗൂഢത നിലനിൽക്കുന്നുണ്ടെങ്കിലും ആ നിഗൂഢതയുടെ വരെ മാറ്റുകൂട്ടിയ ഒരു കഥാപാത്രമായിരുന്നു ഡൈജൻ എന്ന ആ പൂച്ച. ആദ്യം ഒരു സാധാരണ പൂച്ചയാണെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ആ ധാരണകളെയൊക്കെ കാറ്റിൽ പറത്തി സിനിമയിലുടനീളം അപ്രതീക്ഷിതമായ പല മുഹൂർത്തങ്ങളും ഡൈജൻ സമ്മാനിക്കുന്നുണ്ട്. ഡൈജൻ എന്ന കഥാപാത്രം സുസുമയിലെ തന്നെ ഇരുട്ടിന്റെയും വെളിച്ചത്തിന്റെയും ശാന്തതയുടെയും അശാന്തതയുടെയും ഒക്കെ ഒരു പ്രതീകമായിട്ടാണ് ഈ കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. യുവർ നെയിമിലും വെതറിംഗ് വിത്ത് യുവിലുമൊക്കെ സംഗീതം ചെയ്ത റാഡ്വിംസ് എന്ന ജാപ്പനീസ് റോക്ക് ബാൻഡാണ് ഈ സിനിമയിലെ സംഗീതവും ചെയ്തിരിക്കുന്നത്. കണ്ടിരിക്കുന്ന ഓരോ മനുഷ്യന്റെയും മനസ്സും കണ്ണും നിറയ്ക്കുന്ന സുസുമെ ഏറ്റവും മികച്ച ആനിമെ ഫിലിംസ് എന്ന വിഭാഗത്തിൽ എന്നും മുൻപന്തിയിൽ തന്നെ കാണും. മക്കോട്ടോ ഷിൻകായുടെ പ്യൂർ മാജിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന സുസുമെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്.